നമസ്കാരം. ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്ന സമീപനം പുലർത്തുമ്പോഴും എല്ലായ്പ്പോഴും ഇന്ത്യക്കെതിരെയുള്ള നിലപാടാണ് ട്രംപ് പരോക്ഷമായി കൈക്കൊള്ളുന്നത്. ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങൾ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ലോക സമാധാനത്തിനായി അഫ്ഗാൻ പാക് സംഘർഷത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞതിനൊപ്പം പാകിസ്ഥാനുമായുള്ള തന്റെ മികച്ച ബന്ധവും അവിടുത്തെ പ്രധാനമന്ത്രിയെയും സൈനിക മേധാവിയെയും വ്യക്തിപരമായി ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പരാമർശങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ശക്തമായ പ്രതികരണങ്ങൾക്കിടയാക്കി എന്ന് വേണം പറയാൻ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അഭയം നൽകുന്നുവെന്ന ആരോപണങ്ങൾ നേരിടുന്ന ഒരു രാജ്യത്തെ അനുകൂലിക്കുന്നത് ക്രൂരതയാണെന്നും ഇത് ഇന്ത്യക്കെതിരായ ഒരു തന്ത്രപരമായ നീക്കമാണെന്നും വിമർശകർ വിലയിരുത്തുന്നു. ദീർഘകാലമായ അമേരിക്കയുടെ വിദേശ നയത്തിൽ പാകിസ്ഥാൻ ഒരു പ്രധാന ഘടകമായി. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധകാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഭൗമശാസ്ത്രപരമായും സൈനികമായും നിർണായക പങ്കുവഹിച്ചു. എന്നാൽ ഇതേ സമയം തന്നെ വിവിധ തീവ്രവാദ സംഘടനകൾക്ക് സുരക്ഷിത അഭയകേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടെന്ന ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ തുറന്നു പറഞ്ഞ് പ്രശംസിക്കുന്നത് അന്താരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ നിലപാടുകളോട് വിരുദ്ധമാണെന്ന വിമർശനമാണ് ഉയരുന്നത്. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന പ്രസ്താവനകൾ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ്. കശ്മീരിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ദശാബ്ദങ്ങളായി തുടരുന്നതാണ്. അതിനാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ ഇന്ത്യക്ക് തന്ത്രപരമായ സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള ശ്രമമാകാമെന്ന സംശയമാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം അടുത്ത കാലത്തായി ശക്തിപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഇരു രാജ്യ ബന്ധത്തിൽ ചർച്ചകൾക്കും ആശങ്കകൾക്കും ഇടയാക്കും. പാകിസ്ഥാനെ മികച്ച ഭരണം നടത്തുന്ന രാജ്യമായി വിശേഷിപ്പിച്ചത് മറ്റൊരു വിവാദമായി. സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ അസ്ഥിരത, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്നിവ നേരിടുന്ന ഒരു രാജ്യത്തെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത സമീപനമാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. സൈനിക ഇടപെടലുകൾ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ സ്വാധീനം ചെലുത്തുന്ന രാജ്യമായ പാകിസ്ഥാനെ ജനാധിപത്യ മാതൃകയായി അവതരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് ആശങ്കപ്പെടുന്നു. തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ അമേരിക്ക പ്രഖ്യാപിച്ച കടുത്ത നിലപാടുകൾക്കും ഈ പരാമർശങ്ങൾ വിരുദ്ധമാണ് എന്നതാണ് പ്രധാന വിമർശനം. ലോകമെമ്പാടും ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ട അമേരിക്കൻ ഭരണകൂടം തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്ന ഒരു രാജ്യത്തെ തുറന്ന് പ്രശംസിക്കുന്നത് നയപരമായ വൈരുദ്ധ്യമായി കാണാം. ഇത് അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്കും ബാധകമാകാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യക്കെതിരായ ഒരു കരുതൽ ആയുധമായി പാകിസ്ഥാനെ വളർത്തുന്ന സമീപനമാണോ ഇതെന്ന ചോദ്യവും ഉയരുന്നു. ദക്ഷിണേഷ്യയിൽ ശക്തിസമത്വം നിലനിൽക്കുന്നതിനായി അമേരിക്ക പലപ്പോഴും രണ്ട് രാജ്യങ്ങളുമായും ബന്ധം സൂക്ഷ്മമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു വശത്തേക്ക് കൂടുതലായി ചായുന്ന സമീപനം പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വെല്ലുവിളിയാകും. ഇന്ത്യ ഒരു ഉയർന്നു വരുന്ന ആഗോള ശക്തിയായ സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്ന നിലയിൽ ചിലർ ഈ പ്രസ്താവനയെ കാണും. അതേസമയം ചിലർ ഇതിനെ ഒരു നയതന്ത്ര തന്ത്രമായും വിലയിരുത്തും. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിരത ഉറപ്പാക്കാൻ പാകിസ്ഥാന്റെ സഹകരണം നിർണായകമാണെന്ന ബോധ്യത്തിൽ നിന്നാകാം ഈ പ്രസ്താവനകൾ ഉണ്ടായതെന്ന് അവർ വാദിക്കുന്നു. പ്രാദേശിക സമാധാനത്തിനായി എല്ലാ പക്ഷങ്ങളുമായും സൗഹൃദ ബന്ധം പുലർത്തുന്നത് അനിവാര്യമാണ് എന്നതാണ് അവരുടെ നിലപാട്. എന്നിരുന്നാലും ഈ സൗഹൃദം തീവ്രവാദത്തോട് സൗമ്യ സമീപനം സ്വീകരിക്കുന്നതായി പോലും തോന്നരുതെന്ന് അവർ മുന്നറിയിപ്പും നൽകുന്നു. ഡൊണാൾഡ് ട്രംപ് നടത്തിയ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന പരാമർശങ്ങൾ ഇന്ത്യയിൽ ആശങ്ക സൃഷ്ടിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ തീവ്രവാദ വിരുദ്ധ പ്രതിബദ്ധതയെയും ചോദ്യങ്ങൾ ഉയരുന്നു. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി അമേരിക്ക എടുക്കുന്ന നിലപാട് സമതുലിതവും സുതാര്യവുമാകേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം സമാധാനത്തിനായി നടത്തിയ ഇടപെടലുകൾ തന്നെ കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യത നിലനിൽക്കും.